പലപ്പോഴും നമ്മൾ ഇൻഹേലേഴ്സ് ശ്വാസം മുട്ടലിന് ഉപയോഗിക്കാറുണ്ട്. ആസ്മ പേഷ്യൻസ്, അല്ലെങ്കിൽ COPD പേഷ്യന്റ്, അതുപോലെ ബ്രോങ്കൈറ്റിസ്, അങ്ങനെയുള്ള ചില പേഷ്യൻസിനൊക്കെ ഡോക്ടേഴ്സ് ഇൻഹേലേഴ്സ് കൊടുക്കാറുണ്ട്. പലപ്പോഴും ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നത് തെറ്റായ മാർഗങ്ങളിലൂടെയാണ്. നമ്മൾ ആ പ്രോപ്പറായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഒരു ചെയറിൽ ഇരിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ബെഡിൽ ഇരിക്കുക. റിലാക്സ് ആയിട്ടാണ് തന്നെ ഇരിക്കേണ്ടത്. അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിരിക്കണം. അതുപോലെ ഇൻഹേലറിൽ എവിടെയെങ്കിലും ചെളിയോ പൂപ്പലോ ഫംഗസോ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ക്ലീൻ ചെയ്തിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ഇത് ഇൻഹേൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷേക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇനി ബ്രീത്ത്, അതായത് ഇത് അടിക്കുന്നതിന് മുമ്പായിട്ട് പ്രോപ്പറായിട്ട് എക്സ്ഹേൽ ചെയ്യണം. നമ്മുടെ ലങ്ങിലുള്ള എല്ലാ എയറും പുറത്തോട്ട് വരണം. അതിനാണ് എന്ത് ചെയ്യണം? ചുണ്ടിങ്ങനെ വെച്ച് ഇങ്ങനെ കംപ്ലീറ്റ് എയറും പുറത്തോട്ട് കളയണം. ഓക്കെ, എക്സ്ഹേൽ ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ ഈ വായ്ക്കകത്ത് പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് വെക്കുക. നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിനു ശേഷം സ്ലോ ആൻഡ് ഡീപ്പ് ഇൻഹലേഷൻ ചെയ്യുക. വളരെ പതുക്കെ പക്ഷെ നല്ല ഡീപ്പായിട്ട് എല്ലാ ശ്വാസ അറകളിലും നമ്മൾ എയർ കയറുന്ന രീതിയിൽ ശ്വാസം വലിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ആ മരുന്ന് അവിടെ നിൽക്കണം. പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടി 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. 10 ചിലപ്പോൾ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന അത്രയും നേരം ഹോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമതൊരു ഡോസ് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതൊരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ വാ കഴുകാൻ മറക്കരുത്. എപ്പോഴും ഇൻഹേലർ ഉപയോഗിച്ചതിന് ശേഷം വാ നിർബന്ധമായിട്ടും കഴുകിയിരിക്കണം. ഇനി കുട്ടികൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ പറയാം. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.